ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഡിസംബർ 25-നെടുത്ത വീഡിയോസാണ്. നമ്മളിന്ന് കഞ്ചിക്കോട് അയ്യപ്പമലയ്ക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം. അതായത് ജനുവരി 2 or 3 ഈ വീഡിയോ വരിക. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ച് റെഡിയായി. നമ്മളൊരു ഏകദേശം ഒരു 10 പേരുണ്ടായിരുന്നു. കുട്ടികളും അമ്മയും മേമയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ കഥയും പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് മഞ്ഞ ഹോസ്റ്റ് ചെയ്യണം കുറച്ച് നേരം വീഡിയോസ്. അവൾക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ്സിന് വേണ്ടി വെറുതെ കാത്തിരിക്കുന്ന ഞങ്ങളും കുറേ ആൾക്കാർ. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ബസ് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ് കയറി സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഏത് സൈഡാണ് പോകണം, എങ്ങനെയാണ് പോകണം എന്നുള്ളതൊക്കെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടേക്ക് നടന്നു പോകുക അല്ലെങ്കിൽ ഉള്ളിൽ കുറച്ച് മരയുടെ അടുത്തായിട്ട് ഓട്ടവും പോകും. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഞാനും മഞ്ഞയും ഇതോടെ 3rd ഇയർ, അതായത് 3ാമത്തെ വർഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും എപ്പോഴത്തെ പോലെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാട് ഒരുമാതിരി ഭയങ്കര നാച്ചർ ബ്യൂട്ടി ഓഫ് മൈൻഡ് സെറ്റാണ് അതിൽ കൂടെ പോകാൻ. ഏതൊക്കെയോ പൊന്തക്കടലാകെ മഞ്ഞയ്ക്ക് മാത്രമേ വഴി അറിയുള്ളൂ. അപ്പോൾ അവൾ ഏതൊക്കെയോ കാട് വഴി കൂടെയൊക്കെ വിളിച്ചിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ പിള്ളേർ വഴി അറിയുന്ന രീതിക്ക് ഫ്രണ്ടിൽ കുറേ എണ്ണങ്ങൾ കൂടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലും. പിന്നെ എൻ്റെ കുറേ സാഹസങ്ങളും ആണ് നിങ്ങൾ ഈ കണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മഞ്ഞ കുറേ വീഡിയോ ഹോസ്റ്റ് ചെയ്തിട്ട് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വീഡിയോയിലും പോലെ ഞാൻ മ്യൂട്ട് ചെയ്ത് വിട്ടു. കാരണം എൻ്റെ വോയിസ് മാത്രമേ കേൾക്കാമുള്ളൂ. ഞാൻ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അത് എനിക്കും അറിയില്ല. അതിനുശേഷം ഞങ്ങൾ കഥയും പറഞ്ഞിട്ട് കുറച്ച് പേര് ബാക്കിൽ വരുന്നുണ്ട്, കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അച്ഛൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. പാവം, അവനാരും കൂട്ടില്ല. എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഈ നടക്കുന്ന ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ മലയിൽ ഒരുപാട് പേര് കയറുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ആ ലാസ്റ്റ് ജസ്റ്റ്, അതായത് പാടങ്ങളിലേക്ക് കടക്കണ ലാസ്റ്റ് വഴി ഇതാണ്. ഇത് കഴിഞ്ഞ് ഫുള്ള് വേറെ വൈബായിരിക്കും ഗൈസ്. കാരണം ഫുള്ള് 2 സൈഡ് പാടം, അതിൽ സെൻറ്ററിൽ കൂടെ ഒരു വരമ്പ്, അതിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അപ്പം നല്ല രസമുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ പോയി അനുഭവിച്ച് കണ്ടാലേ അതിൻ്റെ വൈബ് അറിയുള്ളൂ. ഇതാണ് അവിടുത്തെ സ്വർഗം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം രസവും അത്രയും മൈൻഡിന് ഹാപ്പിനെസ് ആയിരിക്കും. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, അതായത് ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാൽ ധനിപ്പത്ത്, അതായത് ഒരു വർഷത്തിൽ ധനിപ്പത്തിന് മാത്രമേ ഇവിടെ ഇങ്ങനെ ആൾക്കാർ പോകാൻ പറ്റുള്ളൂ. അതായത് അയ്യപ്പവിളക്കാണ്. മലയിൽ അയ്യപ്പവിളക്ക് എന്ന് പറയും. കഞ്ചിക്കോട് അയ്യപ്പമല. ഒരുപാട് പേര് കേട്ടിട്ടും ഒരുപാട് പേര് വന്നതും. അത് ഈ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. 2 വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷം ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഈ സമയത്ത് തന്നെ എത്ര ആൾക്കാരുണ്ട് പറഞ്ഞാൽ ഓൾറെഡി കുറേ പേരും കയറി ഇറങ്ങാം. ഒരു 3 മല പോലെയാണ്. അപ്പോൾ നമുക്ക് മലേൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കയറണം. അപ്പോൾ ഒരുപാട് പേര് കയറി ഇറങ്ങി തിരിച്ച് വരികയാണ്. നമ്മൾ കയറാൻ പോവുകയാണ്. അത്യാവശ്യം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ വെയിലത്ത് എന്തിനെ കാണിക്കാൻ പോകുന്നതല്ല. അപ്പോൾ ആദ്യം തന്നെ പോയി കാലും കൈയൊക്കെ കഴുകിയിട്ട്, പിന്നെ താഴൊരു ഗണപതിൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ പോയി തൊഴുതിയിട്ട്, പിന്നെ ഇത് ഏട്ടൻ്റെ കുട്ടിയും ചേച്ചിയായിരുന്നു. അപ്പോൾ കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. അവൾക്ക് കയറണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു. അപ്പോൾ കഥയും പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അപ്പോൾ ഈ കാണുന്ന ആ എഡ്ജ് കഴിഞ്ഞ് അടുത്ത മല കഴിഞ്ഞ് അടുത്ത മലയിലോട്ട് കയറണം. അപ്പോൾ എല്ലാ വർഷവും ഞാനും മഞ്ഞയും ഒരുമിച്ച് കയറുകയാണ്. ഇപ്രാവശ്യം അമ്മ അവരൊക്കെ വന്നതുകൊണ്ട് അവനെ നോക്കണമെന്ന് വെച്ച് മഞ്ഞീനെ ഞാൻ നേരത്തെ അയച്ചു വിട്ടു. പിന്നെ ഞങ്ങൾ ഫുള്ള് വൈബാക്കിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കുട്ടി കുറച്ച് നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവളെ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം കഴുകി. ഇതാണ് ഓരോ വ്യൂ പോയിൻ്റ്. വളരെ രസകരമായിരിക്കും. പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ ഒരു സ്വർഗ്ഗഭൂമി എന്ന് തന്നെ പറയും. നമുക്ക് ആ ഒരു ദിവസമേ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ദിവസം നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നടന്ന് മതിയായി. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അമ്മ വന്നിട്ട് ഞാനും അമ്മയും കൂടി പിന്നെയും 2ാം പ്രാവശ്യം കയറാം. അപ്പോൾ അവരൊക്കെ ഓൾറെഡി മുകളിൽ കയറി. സിഗ്നലൊക്കെ ഭയങ്കര കുറവായിരിക്കും, എന്നാലും അത്യാവശ്യത്തിന് ചില കോളുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഇത്, അതായത് മണ്ണും അല്ല കല്ലും അല്ല അങ്ങനത്തെ ഉള്ളത്. മുകളിൽ ഇതാണ് ദൈവത്തിൻ്റെ ചെറിയൊരു ശില്പം പോലെയാണ്. ഫുള്ള് ഭയങ്കര തിരക്കാണ്. അവിടെ നിന്ന് ഉണ്ണിയപ്പം പ്രസാദം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വയ്യ. കയറി ആകെ ഒരു മാതിരി വെയിലും, ഒരു 10-11 മണി 12 മണി ക്ലൈമറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു.
അപ്പോൾ അതിലിരിക്കുകയാണ്. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് വരിക. അപ്പോൾ അമ്മൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുകയാണ്. അമ്മയ്ക്ക് ആകെ വയ്യാണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് അരുണയ്ക്കും മതിയായി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും. അച്ഛൻ എന്തൊക്കെ പറയണം. പിന്നെ ഇത് തൊട്ട വീട്ടിൽ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് എന്താ പറയണം എന്താണെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ഈ വർഷം അവരെ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി. ഈ അടുത്തിരുന്നിട്ട് ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും പോയില്ല എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതാണ് അവിടുത്തെ ടോപ്പിൽ വ്യൂ പോയിൻ്റ്. ഒരു സൈഡ് ഫുള്ളായിട്ട് അതായത് നമുക്ക് മലമ്പുഴ ഡാം കാണാം ഇവിടുന്ന്. അതുപോലെ തന്നെ ഒരു സൈഡ് ഫുള്ള് കഞ്ചിക്കോട് ഏരിയ ഫുള്ളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ശരിക്കും പറഞ്ഞാൽ കവർ ചെയ്യാം. ഈ കാണുന്ന ആ വെള്ളം മൊത്തം അത് സൈഡ് മൊത്തം മലമ്പുഴയാണ്. നല്ല വ്യൂസും കാര്യങ്ങളും, അത്യാവശ്യം നല്ല തിരക്കും, ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ. അതായത് നമുക്ക് ഉള്ളതിൻ്റെ വില അറിയില്ല എന്ന് പറയും, അതുപോലെയാണ്. ഉള്ളപ്പോൾ നമുക്കതിൻ്റെ അവിടെ പോകാനോ ഇതൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് പേര് വരും. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതി കുറേ നേരം ഇരുന്ന് ഇനി തിരിച്ചിറങ്ങണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് പോണതിനേക്കാളും അതായത് കയറുന്നതിനേക്കാളും കെയർഫുള്ളായിട്ട് ഇറങ്ങണം. കാരണം നല്ല ഗ്രിപ്പൊക്കെ കുറവാണ്. അപ്പോൾ സുമചേച്ചിക്കൊക്കെ വടിയും കുത്തിയിട്ട് സുമചേച്ചി ഇറങ്ങി വരും. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി വ്യൂസ്. അതായത് നമ്മൾ ശരിക്കും ഫോണിൽ ക്യാപ്ചർ ചെയ്യണ പോലെ ആയിരിക്കില്ല. അത് കണ്ട് തന്നെ അല്ലെങ്കിൽ പോയി അനുഭവിച്ചാലേ നമുക്കതിൻ്റെ ഇതുള്ളത് എന്താണെന്നുള്ളതും മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിപ്പായി വഴിക്ക് വീണ് അവിടെ കിടക്കും എന്നുള്ള അവസ്ഥ. പിന്നെ ഒരു കുട്ടി തലകറങ്ങി വീണ് നമ്മുടെ സേഫ് ഗാർഡ്സൊക്കെ അവനെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വളരെയധികം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര കെയറും. അമ്മമാരിനെയാണെങ്കിലും ഒരുപാട് സന്തോഷം. അതായത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത്രയും നല്ല ദിവസമായിരുന്നു. അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നതായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു 12:30 ആകുമ്പോഴേക്കൊക്കെ നട്ടുച്ച വെയിലത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങി വന്നത്. കയ്യും കാലൊക്കെ പൊള്ളി, അതായത് കാലൊക്കെ പൊള്ളി, നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് വന്ന് അന്നദാനത്തിനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയും ചേച്ചിയും ലൈൻ നിന്നു. ഞങ്ങൾ വന്ന് കുറച്ച് നേരം മിണ്ടാടിരുന്നു. പിന്നെ അടുത്തെത്താറാകുമ്പോൾ ഞങ്ങൾ പോയി ലൈനിൽ കയറി നിന്നു. അതാണല്ലോ നമ്മുടെ സ്ഥിരം പണി. പിന്നെ ഞങ്ങളങ്ങനെ ലൈനിൽ നിന്ന് അടുത്തെത്തി. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു ഗൈസ്. സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വാങ്ങിച്ച് താഴെ ഇരുന്നിട്ട് അവിടെ കഴിച്ചു. എല്ലാവരും കൂടി കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല വൈബായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി വൈബ് ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വന്നവർക്കൊക്കെ. അപ്പോൾ അത് വരുന്ന വഴിയിൽ ഈ ആൽമരത്തിലൊക്കെ നല്ല രസമായിരുന്നു കളിക്കാൻ. അപ്പോൾ അത് നമ്മൾ കളിച്ച കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരുമായിരിക്കും. അപ്പോൾ തിരിച്ച് അതേപോലെ കാടും മേടും ഒരുപാട് കാര്യങ്ങൾ, അതായത് നല്ല രസം. അതായത് ശബരിമലയ്ക്ക് പോയൊരു ഫീലിങ്സാണ്. അതായത് ഗേൾസിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്കിവിടെ തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ അതിന് ശേഷം ആ റെയിൽ പാളത്തെ കൂടെ ഒരു ട്രെയിൻ വരുമായിരുന്നു. അപ്പോൾ അതിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് ടാറ്റാ ബൈ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ടാറ്റാ ബൈ കൊടുക്കണം. കാരണം അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.